ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 3.3 ഹാമിൽട്ടോണിയൻ ഗ്രാഫ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ആദ്യം തന്നെ പാത്ത് എന്താണെന്ന് നമുക്കൊന്ന് റീകോൾ ചെയ്യാം. എന്തായിരുന്നു പാത്ത്? ഒരു വാക്കിന് എപ്പോഴാണ് നമ്മൾ പാത്ത് എന്ന് പറഞ്ഞിരുന്നത്? ആ പാത്തിലെ എല്ലാ വെർട്ടെക്സുകളും ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ നമ്മൾ ആ വാക്കിനെ പാത്ത് എന്നാണ് വിളിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം പറയുന്നത് ഹാമിൽട്ടോണിയൻ പാത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. ഒരു പാത്തിനെ ഹാമിൽട്ടോണിയൻ എന്ന് പറയണമെങ്കിൽ ആ പാത്തിൽ ആ ഗ്രാഫിലെ എല്ലാ വെർട്ടെക്സും ഉണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ നമ്മൾ ആ പാത്തിനെ ഹാമിൽട്ടോണിയൻ പാത്ത് എന്ന് പറയും. ഡെഫിനേഷൻ നോക്കാം. എ ഹാമിൽട്ടോണിയൻ പാത്ത് ഇൻ എ ഗ്രാഫ് ജി ഈസ് എ പാത്ത് വിച്ച് കണ്ടെയ്ൻസ് എവറി വെർട്ടെക്സ് ഓഫ് ജി. സിൻസ് ബൈ ഡെഫിനിഷൻ no vertex of a path is repeated. This means that a Hamiltonian path in G contains every vertex of G once and only once. അതായത് നമുക്കറിയാം പാത്തിൽ വെർട്ടെക്സ് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, റിപ്പീറ്റ് ചെയ്യാനായിട്ട് പാടില്ല. നമ്മളിപ്പോൾ പറഞ്ഞു അങ്ങനെ ഒരു പാത്തിൽ എന്തുണ്ടായിരിക്കാം, ഗ്രാഫിൽ എല്ലാ വെർട്ടെക്സുകളും വരുവാണെങ്കിൽ നമ്മൾ ആ പാത്തിനെ ഹാമിൽട്ടോണിയൻ പാത്ത് എന്ന് പറഞ്ഞു. ഓക്കെ, അതിനർത്ഥം ഒരു ഹാമിൽട്ടോണിയൻ പാത്തിൽ ഒരു ഗ്രാഫിലെ എല്ലാ വെർട്ടെക്സും ഉണ്ടായിരിക്കും. അവർ ഒരു തവണ മാത്രമേ അതിൽ ഉണ്ടായിരിക്കുള്ളൂ. ഒരു വെർട്ടെക്സ് പോലെ എന്ത് ചെയ്യുന്നില്ല, അവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി അടുത്തത് പറയുന്നത് ഒരു ഹാമിൽട്ടോണിയൻ സൈക്കിൾ എന്താണെന്നുള്ളതിൻ്റെ ഡെഫിനേഷനാണ്. അതായത് ഒരു ഹാമിൽട്ടോണിയൻ സൈക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സൈക്കിളിൽ ആ ഗ്രാഫിലെ എല്ലാ വെർട്ടെക്സും ഉണ്ടായിരിക്കണം. നമ്മളൊരു സൈക്കിൾ എടുക്കുകയാണെങ്കിൽ ആ ഗ്രാഫിലെ എല്ലാ വെർട്ടെക്സും ആ സൈക്കിൾ വരുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സൈക്കിൾ നമ്മൾ എന്തെന്ന് പറയുന്നു, ഹാമിൽട്ടോണിയൻ സൈക്കിൾ എന്ന് അല്ലെങ്കിൽ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സൈക്കിളാണെങ്കിൽ എന്ത് തന്നെയാണ് പറയുന്നത്, സൈക്കിളിലെ ഇൻറ്റേർണൽ വെർട്ടെക്സുകൾ എല്ലാതും ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ഒറിജിനും ഇൻറ്റേർണൽ വെർട്ടെക്സും ഒക്കെ എന്തായിരിക്കണം, ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മളെടുക്കുന്ന സൈക്കിളിൽ ഗ്രാഫിലെ എല്ലാ വെർട്ടെക്സുകളും വേണം. ഒപ്പം തന്നെ ആ വെർട്ടെക്സുകളൊക്കെ ഒരു തവണ മാത്രമേ വരാനായിട്ട് പാടുള്ളൂ. ഇനി അടുത്തത് ഒരു ഗ്രാഫിനെ എപ്പോഴാണ് ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത്. ഒരു ഗ്രാഫിനെ ഹാമിൽട്ടോണിയൻ എന്ന് പറയണമെങ്കിൽ ആ ഗ്രാഫിൽ എന്തുണ്ടായിരിക്കണം, ഒരു ഹാമിൽട്ടോണിയൻ സൈക്കിൾ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ താഴെ കുറച്ച് കാര്യങ്ങളോടെ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഹാമിൽട്ടോണിയൻ സൈക്കിളിൽ നിന്ന് ഒരു ഹാമിൽട്ടോണിയൻ പാത്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം? ഇപ്പോൾ ഹാമിൽട്ടോണിയൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ആ ഗ്രാഫിൽ ഹാമിൽട്ടോണിയൻ സൈക്കിൾ എന്ന് പറയുന്നത് V1, V2, V3, V4, V5, V6, V1. ഓക്കെ, V6, V1ലാണ് നമ്മൾ അവസാനിക്കുന്നത്. സോ ഇതൊരു ഹാമിൽട്ടോണിയൻ സൈക്കിൾ ആണെങ്കിൽ നമുക്ക് ആ V1, V6 എന്ന് പറയുന്ന ലാസ്റ്റ് എഡ്ജ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അതിൽ നിന്ന് ഒരു ഹാമിൽട്ടോണിയൻ പാത്ത് നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഒരു നോൺ ഹാമിൽട്ടോണിയൻ ഗ്രാഫിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഹാമിൽട്ടോണിയൻ പാത്ത് ഉണ്ടാക്കിയെടുക്കാം. അതായത് ഒരു ഹാമിൽട്ടോണിയൻ സൈക്കിൾ ഇല്ലാത്ത ഗ്രാഫിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് എന്തുണ്ടാക്കിയെടുക്കാം, ഒരു ഹാമിൽട്ടോണിയൻ പാത്ത് വരെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ അവർ പറയുന്നത് ഒരു ഹാമിൽട്ടോണിയൻ പാത്തിൽ നിന്ന് നമുക്കൊരു ഹാമിൽട്ടോണിയൻ സൈക്കിൾ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ പറ്റണമെന്ന് നിർബന്ധമില്ല. അതാണ് അവർ രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നത്. ഹാമിൽട്ടോണിയൻ പാത്ത്സ് cannot always be used to form ഹാമിൽട്ടോണിയൻ സൈക്കിൾസ്. ഓക്കെ, നമ്മൾ ഹാമിൽട്ടോണിയൻ പാത്ത് ഒരു ഹാമിൽട്ടോണിയൻ സൈക്കിൾ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത് നിർബന്ധമില്ല. അപ്പോൾ താഴെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് G1 എന്ന് പറയുന്ന ഗ്രാഫ് നോക്കാം. ആ ഗ്രാഫ് എന്തിന് എക്സാമ്പിളാണ്? ഒരു ഹാമിൽട്ടോണിയൻ ഗ്രാഫിനുള്ള നോൺ ഹാമിൽട്ടോണിയൻ ഗ്രാഫിനുള്ള ഒരു എക്സാമ്പിളാണ്. ആ ഗ്രാഫ് എന്തായാലും ഹാമിൽട്ടോണിയൻ അല്ല. കാരണം എന്താ, അതിനൊരു ഹാമിൽട്ടോണിയൻ പാത്തും ഇല്ല, സോ അതിനൊരു ഹാമിൽട്ടോണിയൻ സൈക്കിളും ഇല്ല. ഓക്കെ, സോ അതെന്താണ്, ഒരു നോൺ ഹാമിൽട്ടോണിയൻ ഗ്രാഫാണെന്ന് നമുക്ക് പറയാം. അതുപോലെ നമുക്ക് എന്തും പറയാം, ആ ഗ്രാഫിൽ ഹാമിൽട്ടോണിയൻ പാത്തുകളൊന്നും തന്നെ ഇല്ല. എന്നാൽ സെക്കൻഡ് ഗ്രാഫ് G2 നമ്മൾ നോക്കാം. G2ൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്, ഒരു ഹാമിൽട്ടോണിയൻ പാത്ത് നമുക്ക് കണ്ടുപിടിക്കാം G2ൽ. എന്നാൽ എന്തില്ല, ഒരു ഹാമിൽട്ടോണിയൻ സൈക്കിൾ നമുക്കവിടെ കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അവരെഴുതിയിരിക്കുന്ന പാത്ത് എന്ന് പറയുന്നത് ABCD എന്നാണ്. ABCD എന്ന് പറയുമ്പോൾ നമുക്ക് CD എന്ന് പറയുന്നൊരു എഡ്ജ് തന്നെ അവിടെ ഇല്ല. അവർ ഉദ്ദേശിച്ചത് അതല്ല, BADC അങ്ങനെ ഒരു പാത്ത് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ BACD എന്ന് പറയുന്ന ഒരു പാത്ത് പറയാം. അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്.
നിങ്ങളിവിടെ ഒന്ന് മാറ്റേണ്ടതായിട്ട് വരും. ഇവിടെ നമുക്ക് കിട്ടുന്ന പാത്ത് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു പാത്താണ്. സോ BACD, ഓക്കെ, അതാണ് അവിടുത്തെ ഹാമിൽട്ടോണിയൻ പാത്ത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം BADC, അതും എന്ത് തന്നെയാണ്, ഒരു ഹാമിൽട്ടോണിയൻ പാത്ത് തന്നെയാണ്. ആ പാത്തിൽ എന്തുണ്ട്, എല്ലാ വെർട്ടെക്സുകളും വരുന്നുണ്ട് ആ ഗ്രാഫിൽ. ഓക്കെ, ABCD എന്ന് പറയുന്നത് എന്തല്ല, ഈ G2 എന്ന് പറയുന്ന ഗ്രാഫിലൊരു ഹാമിൽട്ടോണിയൻ പാത്തല്ല. അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളത് മാറ്റിയിട്ട് BACD എന്ന് ആക്കാം. അതാണ് ഈ ഗ്രാഫിലെ ഹാമിൽട്ടോണിയൻ പാത്ത് എന്ന് പറയുന്നത്. ഇനി G3 എന്ന് പറയുന്ന ഗ്രാഫിൽ എന്തുണ്ട്, ഒരു ഹാമിൽട്ടോണിയൻ സൈക്കിൾ ഉണ്ട്. ഓക്കെ, ആ ഹാമിൽട്ടോണിയൻ സൈക്കിൾ ഏതാണ്, ABDCA. ഓക്കെ, അതാണ് ഹാമിൽട്ടോണിയൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഈ സൈക്കിളിൽ ആ ഗ്രാഫിലെ എല്ലാ എഡ്ജസും എല്ലാ വെർട്ടെക്സും വരുന്നുണ്ട്. സോ ആ ഗ്രാഫ് എന്താണ്, G3 എന്ന് പറയുന്നത് ഒരു ഹാമിൽട്ടോണിയൻ ഗ്രാഫിനുള്ള ഒരു എക്സാമ്പിളാണ്. G1 എന്തില്ല, ഹാമിൽട്ടോണിയൻ പാത്ത് ഇല്ല. G2 ഒരു ഹാമിൽട്ടോണിയൻ പാത്ത് ഉണ്ട്, പക്ഷെ ഒരു ഹാമിൽട്ടോണിയൻ സൈക്കിൾ ഇല്ല. മൂന്നാമത്തേൽ എന്തുണ്ട്, ഒരു ഹാമിൽട്ടോണിയൻ പാത്തും ഉണ്ട്, ഹാമിൽട്ടോണിയൻ സൈക്കിളും ഉണ്ട്. സോ ആ ഗ്രാഫ് എന്താണ്, ഒരു ഹാമിൽട്ടോണിയൻ ഗ്രാഫാണ്. ഓക്കെ, ഇനി അടുത്തത് ഹാമിൽട്ടോണിയൻ ഗ്രാഫിൻ്റെ ചെറിയൊരു ഹിസ്റ്ററിയാണ്. അത് എങ്ങനെയാണ് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഞാനതവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമുക്ക് അടുത്ത പോർഷനിലേക്ക് കടക്കാം. ക്ലിയർലി ദ എൻ സൈക്കിൾ CN വിത്ത് N വേർട്ടിസസ് ഈസ് ഹാമിൽട്ടോണിയൻ. എന്താണ് പറയുന്നത്, ഒരു ഗ്രാഫിൽ N വേർട്ടിസസ് ഉണ്ട്. ആ ഗ്രാഫിലെ N വേർട്ടിസസും കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സൈക്കിൾ CN ആയിട്ട് ഞാൻ ഡിനോട്ട് ചെയ്യുന്നു. ആ CN എന്ന് പറയുന്നത് എന്താണ്, ആ ഗ്രാഫിൽ N വേർട്ടിസസ് ഉണ്ട്, ആ N വേർട്ടിസസും ഡിസ്റ്റിങ്ക്റ്റ് ആണ്. സോ നമുക്ക് എന്താ പറയുക, ആ ഗ്രാഫ് അത്തരത്തിലുള്ള CN എന്ന് പറയുന്ന സൈക്കിളുള്ള N വേർട്ടിസസ് ഉണ്ട്, ആ N വേർട്ടിസസ് ആ സൈക്കിൾ വരുന്നുണ്ട്. സോ അങ്ങനത്തെ ആ ഗ്രാഫ് എന്താണ്, ഒരു ഹാമിൽട്ടോണിയൻ ഗ്രാഫാണ്. N സൈക്കിൾ വിത്ത് N വേർട്ടിസസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഹാമിൽട്ടോണിയൻ ഗ്രാഫിന് എക്സാമ്പിളാണ്. Moreover, any Hamiltonian graph G, then if G dash is a super graph of G obtained by adding in new edges between vertices of G, G dash will also be Hamiltonian. എന്താ പറയുക, നമുക്കിപ്പോൾ CN എന്ന് പറയുന്ന N സൈക്കിൾ കിട്ടിയിട്ടുണ്ട്. N ഡിസ്റ്റിങ്ക്റ്റ് വെർട്ടിസസ് ഉള്ള N സൈക്കിൾ വരുന്ന ഒരു CN എന്ന് പറയുന്ന ഗ്രാഫ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഗ്രാഫ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഹാമിൽട്ടോണിയൻ ഗ്രാഫാണ്. ഓക്കെ, അല്ലെങ്കിൽ സിമ്പിളായി ഹാമിൽട്ടോണിയൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിൽ ചില വെർട്ടെക്സുകൾ തമ്മിൽ പരസ്പരം എഡ്ജസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആ എഡ്ജസൊക്കെ വെച്ച് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിളിന് ഇപ്പോൾ ഞാൻ 5 എഡ്ജസ് വരുന്ന ഒരു ഗ്രാഫ്, ഇതെന്താണ്, ഒരു ഹാമിൽട്ടോണിയൻ ഗ്രാഫാണ്. അതെ, ഈ ഗ്രാഫ് ഹാമിൽട്ടോണിയൻ ആണ്. സോ V1, V2, V3, V4, V5. ഓക്കെ, ഇതിൽ V1ഉം V4 അഡ്ജസൻ്റ് അല്ല. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനൊരു എഡ്ജ് അതിന് കൊടുക്കുകയാണ്. എന്നാൽ ഈ ഗ്രാഫ് എന്ത് തന്നെയാണ്, ഒരു ഹാമിൽട്ടോണിയൻ തന്നെയാണ്. ഞാൻ V1, V3 കൊടുത്തു. സോ ഇതും ഹാമിൽട്ടോണിയൻ തന്നെയാണ്. V2, V4 ഞാൻ ജോയിൻ ചെയ്തു, ഹാമിൽട്ടോണിയൻ ആണ്. V5ഉം V3 ജോയിൻ ചെയ്തു, V5, V2 ജോയിൻ ചെയ്തു. എങ്ങനെ പോവുകയാണെങ്കിലും എന്ത് തന്നെയാണ്, ഈ ഗ്രാഫ് എന്താണ്, ഹാമിൽട്ടോണിയൻ ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വരച്ച V1, V2 എന്ന് പറഞ്ഞൊരു ഗ്രാഫ് ഉണ്ടല്ലോ, ഇതിൻ്റെ സൂപ്പർ ഗ്രാഫാണ് ഇപ്പോൾ എന്തെന്ന് പറയുന്നത്, ഇപ്പോൾ ഈ വരച്ചത്. ഓക്കെ, ഈ ഗ്രാഫിൻ്റെ സൂപ്പർ ഗ്രാഫാണ് ഈ നമ്മളിപ്പോൾ റൈറ്റ് സൈഡിൽ വരച്ചിരിക്കുന്ന ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ V1, V2, V3, V4 എന്ന് പറയുന്ന ഈ ഗ്രാഫ് എന്തായിരുന്നു, ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഗ്രാഫിൻ്റെ സൂപ്പർ ഗ്രാഫാണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. ലെഫ്റ്റ് സൈഡിലുള്ള ഗ്രാഫിൽ നിന്ന് ചില അഡ്ജസൻ്റ് അല്ലാത്ത വെർട്ടെക്സ് തമ്മിൽ ഞാൻ ജോയിൻ ചെയ്ത് പുതിയൊരു ഗ്രാഫ് ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ ആ ഗ്രാഫ് എന്ത് തന്നെയാണ്, ഓട്ടോമാറ്റിക്കലി എന്തായി മാറി, ഹാമിൽട്ടോണിയൻ തന്നെയായി മാറി. കാരണം ഈ നമ്മളെടുത്തിരിക്കുന്ന ഈ ഹാമിൽട്ടോണിയൻ സൈക്കിള് ഓൾറെഡി ആ സൂപ്പർ ഗ്രാഫിലുണ്ട്. അതുകൊണ്ട് ആ സൂപ്പർ ഗ്രാഫ് എന്തായി മാറി, ഹാമിൽട്ടോണിയൻ തന്നെയായിട്ട് മാറി. അതാണ് അവരവിടെ പറയുന്നത്. അതായത് G എന്ന് പറയുന്ന ഗ്രാഫിലെ അഡ്ജസൻ്റ് അല്ലാത്ത വെർട്ടെക്സുകളൊക്കെ ഞാൻ ജോയിൻ ചെയ്ത് G ഡാഷ് എന്ന് പറയുന്ന ഒരു സൂപ്പർ ഗ്രാഫ് ഉണ്ടാക്കി. അപ്പോഴാ G ഡാഷ് എന്ന് പറയുന്ന ഗ്രാഫിൽ G എന്ന് പറയുന്ന ഗ്രാഫ് ഓൾറെഡി കണ്ടെയ്ൻഡ് ആണ്. സോ G ഡാഷ് എന്ത് തന്നെയാണ്, ഒരു ഹാമിൽട്ടോണിയൻ തന്നെയാണ്. Since any Hamiltonian cycle in G will also be a Hamiltonian cycle in G dash. In particular,
Since Kn the complete graph of n vertices is such a super graph of an n cycle. Kn is Hamiltonian. എന്താ പറയുന്നത്? n vertices ഉള്ള എല്ലാ ഡിസ്റ്റിങ്ക്റ്റ് എഡ്ജസും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഗ്രാഫാണ് എന്തെന്ന് പറയുന്നത്? ആ കംപ്ലീറ്റ് ഗ്രാഫ് കെ എന്ന് പറയുന്നത്. കെൻ്റെ പ്രത്യേകത എന്താണ്? അതൊരു സിമ്പിൾ ഗ്രാഫാണ്. എല്ലാ ഡിസ്റ്റിങ്ക്റ്റ് പെയർ ഓഫ് വെർട്ടീസസും തമ്മിൽ എന്തുണ്ട്? ഒരു എഡ്ജ് അവിടെ ഉണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് എന്താ പറയുക, അതിൽ ഓൾറെഡി ഒരു എൻ സൈക്കിൾ ഫോം ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ നേരത്തെ ഒരു ഗ്രാഫ് വരച്ചിരുന്നു, V1 V2 V3 V4 V5 എന്ന് പറഞ്ഞിട്ട് ആദ്യം ഒരു ഗ്രാഫ് വരച്ചിരുന്നു. അതിൻ്റെ കംപ്ലീറ്റ് ഗ്രാഫാണ് ഞാൻ പിന്നീട് അവിടെ എന്ത് ചെയ്ത് റൈറ്റ് സൈഡിൽ വരച്ചത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എൻ സൈക്കിള് ഓൾറെഡി കെ എന്ന് പറയുന്ന ഗ്രാഫിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, എല്ലാ കെ എൻസ് എന്ത് ഒരു എൻ സൈക്കിൾ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. സോ എൻ സൈക്കിൾ, അങ്ങനെ ഒരു എൻ സൈക്കിള് കെ ഉള്ളത് കൊണ്ട് കെ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി എന്ത് തന്നെയാണ്? ഒരു ഹാമിൽട്ടോണിയൻ തന്നെയാണ്. A graph G will be Hamiltonian if and only if its underlying symbol graph is Hamiltonian. Since if G is Hamiltonian, then any Hamiltonian cycle in G will remain a Hamiltonian cycle in the underlying symbol graph of G. ഒരു ഗ്രാഫ് നമുക്ക് തന്നു, ആ ഗ്രാഫ് സിമ്പിൾ ആവണമെന്ന് ഒരു നിർബന്ധമില്ല. ഓക്കെ, ആ ഗ്രാഫിൽ ലൂപ്പ് ഉണ്ടാവുമായിരിക്കും, പാരലൽ എഡ്ജസ് ഉണ്ടായിരിക്കും. എന്ത് ഗ്രാഫ് തന്നെയാണെങ്കിലും ആ ഗ്രാഫ് നമുക്കിപ്പോൾ പറയുന്നത് തന്നിരിക്കുന്ന ഗ്രാഫ് ഹാമിൽട്ടോണിയൻ ആണെങ്കിൽ ആ ഗ്രാഫിലെ അണ്ടർലൈൻ സിമ്പിൾ ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ ആ ഗ്രാഫ് തന്നെയായിരിക്കും, ഹാമിൽട്ടോണിയൻ തന്നെയായിരിക്കും. കാരണം എന്താ, നമ്മൾ അണ്ടർലൈൻ സിമ്പിൾ ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കുന്നത്? തന്നിരിക്കുന്ന ഗ്രാഫിലെ ലൂപ്പൊക്കെ റിമൂവ് ചെയ്യുന്നു. പാരലൽ എഡ്ജസ് ഉണ്ടെങ്കിൽ അതിൽ ഒരാളെ മാത്രം നമ്മളവിടെ നിർത്തുന്നു, മറ്റാളെ റിമൂവ് ചെയ്യുന്നു. ഓക്കെ, പാരലൽ എഡ്ജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് എഡ്ജസ്, രണ്ടോ അതിൽ കൂടുതലോ എഡ്ജസ് പാരലൽ എഡ്ജസ് ആണെങ്കിൽ അതിനർത്ഥം എന്താ, അവരുടെ എൻഡ് വെർട്ടീസസ് ഒക്കെ എന്തായിരിക്കും? സെയിം ആണെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഒരു 3 ഉണ്ടെങ്കിൽ അതിൽ 2 റിമൂവ് ചെയ്യണം, ഒരാളെ മാത്രം നമ്മളവിടെ നിർത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു ഗ്രാഫിൽ ഓൾറെഡി ഒരു ഹാമിൽട്ടോണിയൻ സൈക്കിൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ആ സൈക്കിൾ എന്തായാലും അതിൻ്റെ അണ്ടർലൈൻ സിമ്പിൾ ഗ്രാഫിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ പറയുന്നത്. സിൻസ് ഇഫ് G ഈസ് ഹാമിൽട്ടോണിയൻ then any Hamiltonian cycle in G will remain a Hamiltonian cycle in the underlying symbol graph of G provided we delete the appropriate parallel edges. Okay. Conversely, if the underlying symbol graph of a graph G is Hamiltonian, then G will also be because of the remark of the previous paragraph. എന്താ പറയുന്നത്? നമ്മളിപ്പോൾ നേരെ തിരിച്ചു പറയുകയാണെങ്കിലും അണ്ടർലൈൻ സിമ്പിൾ ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്? ഹാമിൽട്ടോണിയൻ ആണെങ്കിൽ അതിൻ്റെ ശരിക്കുള്ള ഗ്രാഫ്, അതിൻ്റെ ഒറിജിനൽ ഗ്രാഫ് എന്ത് തന്നെയായിരിക്കും? ഹാമിൽട്ടോണിയൻ തന്നെയായിരിക്കും. കാരണം എന്താ, ഈ അണ്ടർലൈൻ സിമ്പിൾ ഗ്രാഫിൻ്റെ സൂപ്പർ ഗ്രാഫാണ് G എന്ന് പറയുന്നത്. ഇപ്പോൾ G എന്ന് പറയുന്നൊരു ഗ്രാഫ് എൻ്റെ കയ്യിലുണ്ട്. ആ ഗ്രാഫിൽ നിന്ന് ഞാനൊരു അണ്ടർലൈൻ സിമ്പിൾ ഗ്രാഫ് വരയ്ക്കുകയാണ്. ഈ വരച്ചിരിക്കുന്ന അണ്ടർലൈൻ സിമ്പിൾ ഗ്രാഫിൻ്റെ സൂപ്പർ ഗ്രാഫാണ് ആരെന്ന് പറയുന്നത്? G എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞു, ഒരു എൻ സൈക്കിളിൽ KNൽ കണ്ടെയ്ൻഡ് ആണ്. ഓക്കെ, ഈ എൻ സൈക്കിളിൽ പരസ്പരം അഡ്ജസൻ്റ് അല്ലാത്ത വെർട്ടെക്സുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന രീതി ഞാൻ അഡ്ജസൊക്കെ വരച്ച് ഒരു സൂപ്പർ ഗ്രാഫ് ഉണ്ടാക്കുന്നു. ആ ഗ്രാഫ് എന്ത് തന്നെയാണ്? ഹാമിൽട്ടോണിയൻ തന്നെയാണ്. കാരണം ഒരു ഹാമിൽട്ടോണിയൻ സൈക്കിൾ ഓൾറെഡി അതിൽ കണ്ടെയ്ൻഡ് ആണ്. അതുകൊണ്ട് അതിൻ്റെ സൂപ്പർ ഗ്രാഫ് എടുക്കുകയാണെങ്കിലും എന്ത് തന്നെയായിരിക്കും? ആ ഗ്രാഫ് ഹാമിൽട്ടോണിയൻ ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ അണ്ടർലൈൻ സിമ്പിൾ ഗ്രാഫ് ഹാമിൽട്ടോണിയൻ ആണെങ്കിൽ ആ ഗ്രാഫിൻ്റെ സൂപ്പർ ഗ്രാഫ് എന്ത് തന്നെയായിരിക്കും? ഹാമിൽട്ടോണിയൻ തന്നെയായിരിക്കും. ഓക്കെ, for this reason, one usually only consider the Hamiltonian property for simple graphs. Given a simple graph G with n vertices, since G is a subgraph of the complete graph Kn. Okay, we can construct step-by-step simple super graphs of G to eventually get
Kn simply by adding in an extra edge at each step between two vertices that are not already adjacent. We illustrate this in figure 3.23. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞു n വേർട്ടീസസ് ഉള്ള ഒരു സബ് ഗ്രാഫ് നമുക്ക് കംപ്ലീറ്റ് ഗ്രാഫ് കെ എന്നിൻ്റെ ഒരു സബ് ഗ്രാഫ് തന്നു. അതിൽ നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അഡ്ജസൻ്റ് അല്ലാത്ത വെർട്ടെക്സ് നമ്മൾ എഡ്ജസ് ആഡ് ചെയ്ത് നമുക്ക് എന്തുണ്ടാക്കാം, ഒരു കെ എന്ന് പറയുന്ന ഗ്രാഫ് ഇവൻറ്റിൽ നമുക്ക് ആ സൂപ്പർ ഗ്രാഫുകൾ കെയിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് പറ്റും. അങ്ങനത്തെ ഒരു പ്രൊസീജിയറാണ് താഴെ പറയുന്നത്. ഇപ്പോൾ നമുക്ക് താഴെ ഒരു ഗ്രാഫ് ജി തന്നിട്ടുണ്ട്. ഈ ജി എന്ന് പറയുന്നത് K4ൻ്റെ ഒരു സബ് ഗ്രാഫാണല്ലോ. അതിലെന്താണ്, സിയും ഡിയും അഡ്ജസൻ്റ് അല്ല. സോ ഞാൻ ആ എഡ്ജ് ആഡ് ചെയ്തപ്പോൾ G1 എന്ന് പറയുന്നൊരു ഗ്രാഫ് കിട്ടി. ദെൻ എയും ബി അഡ്ജസൻ്റ് അല്ല, അത് ഞാൻ ആഡ് ചെയ്തു. സോ G2 എന്ന് പറയുന്ന ഗ്രാഫ് കിട്ടി. ദെൻ സിയും ഡിയും അഡ്ജസൻ്റ് അല്ല, അതും കൂടെ ആഡ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി, K4 എന്ന് പറയുന്ന ഒരു ഗ്രാഫ് കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം, നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന ജി എന്ന് പറയുന്ന ഗ്രാഫ്, ആ ഗ്രാഫ് എന്തല്ല, ഒരു ഹാമിൽട്ടോണിയൻ ഗ്രാഫ് അല്ല, അതിലൊരു ഹാമിൽട്ടോണിയൻ സൈക്കിളില്ല. G1 എന്ന് പറയുന്ന ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യാം, അതും എന്തല്ല, ഒരു ഹാമിൽട്ടോണിയൻ ഗ്രാഫ് അല്ല. എന്നാൽ G2ലേക്ക് കടക്കുമ്പോൾ നമുക്കൊരു ഹാമിൽട്ടോണിയൻ ഗ്രാഫാണ് കിട്ടുന്നത്. ഫൈനലി നമുക്ക് എന്ത് കിട്ടുന്നു, K4 എന്ന് പറയുന്ന ഒരു ഗ്രാഫ് കിട്ടുന്നു. ഓക്കെ, അപ്പം നമ്മൾ K4ൻ്റെ ഒരു സബ് ഗ്രാഫിൽ നിന്ന് ഒരു പ്രത്യേക സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് എന്തായി മാറുന്നുണ്ട്, അതൊരു ഹാമിൽട്ടോണിയൻ ഗ്രാഫായിട്ട് മാറുന്നുണ്ട്. അതാണ് അവർ താഴെ എഴുതിയിരിക്കുന്നത്. ഇഫ് മോർ ഓവർ വി സ്റ്റാർട്ട് വിത്ത് എ ഗ്രാഫ് ജി ദാറ്റ് ഈസ് നോട്ട് എ ഹാമിൽട്ടോണിയൻ, then since the final outcome of the procedure is the Hamiltonian graph Kn. At some stage during the procedure, we change from a non-Hamiltonian graph to a Hamiltonian graph. For example, the non-Hamiltonian graph G1 above is followed by the Hamiltonian graph G2. Notice that in supergraph of Hamiltonian graphs are Hamiltonian. ഓക്കെ, എന്താണ് G2 എന്ന് പറഞ്ഞ ഗ്രാഫ് എത്തിയപ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടി, ഒരു ഹാമിൽട്ടോണിയൻ ഗ്രാഫ് കിട്ടി. ആ G2ൻ്റെ സൂപ്പർ ഗ്രാഫാണ് എന്തെന്ന് പറയുന്നത്, G3 എന്ന് പറയുന്ന K4 എന്ന് പറയുന്ന ഗ്രാഫ്. സോ അതും എന്ത് തന്നെയായി മാറുന്നുണ്ട്, ഒരു ഹാമിൽട്ടോണിയൻ ഗ്രാഫായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തതൊരു ഡെഫിനേഷനാണ്, നമുക്ക് നോക്കാം. എ സിമ്പിൾ ഗ്രാഫ് G ഈസ് കോൾഡ് മാക്സിമൽ നോൺ ഹാമിൽട്ടോണിയൻ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഹാമിൽട്ടോണിയൻ but the adding to it of any edge connecting two non-adjacent vertices form a Hamiltonian graph. ഇത്രേ പറയുന്നുള്ളൂ. നമുക്കൊരു സിമ്പിൾ ഗ്രാഫ് തന്നു. ആ സിമ്പിൾ ഗ്രാഫ് എന്തല്ല, ഹാമിൽട്ടോണിയൻ ഗ്രാഫ് അല്ല. എന്നാൽ ആ നോൺ ഹാമിൽട്ടോണിയൻ ഗ്രാഫിനെ മാക്സിമൽ നോൺ ഹാമിൽട്ടോണിയൻ ഗ്രാഫ് എന്ന് പറയണമെങ്കിൽ അതിലിനി ഒരു എഡ്ജും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി മാറും, ഹാമിൽട്ടോണിയൻ ഗ്രാഫായിട്ട് മാറും. അങ്ങനെയെങ്കിൽ ആ ഗ്രാഫിനെ നമ്മൾ എന്തെന്ന് പറയുന്നു, മാക്സിമൽ നോൺ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ തൊട്ട് മുകളിൽ വന്നിരിക്കുന്ന എക്സാമ്പിൾ നോക്കാം. ഇതിൽ ഏതായിരിക്കും മാക്സിമൽ നോൺ ഹാമിൽട്ടോണിയൻ ഗ്രാഫിന് എക്സാമ്പിൾ G1 എന്ന് പറയുന്ന ഗ്രാഫാണ് അല്ലേ. അവിടെ നമ്മൾ നോക്കുക, ഒരു എഡ്ജും കൂടെ അതിൽ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ ഗ്രാഫ് എന്തായി മാറും, ഹാമിൽട്ടോണിയൻ ഗ്രാഫായിട്ട് മാറും. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ നോക്കാം, അതിലിപ്പോൾ നമ്മൾക്ക് G2 എന്ന് പറയുന്ന ഗ്രാഫ്, G1 നമ്മൾ G2ലേക്കാണ് കടക്കുന്നത്. G2 എന്തായി മാറുന്നുണ്ട്, ഒരു ഹാമിൽട്ടോണിയൻ ഗ്രാഫായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ CD എന്ന് പറയുന്ന ഗ്രാഫാണ്, ആ ഒരു ലൈനാണ് ജോയിൻ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അതായത് ഇപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞു, ഇതിൽ ഈ ഒരു G1 എന്ന് പറയുന്ന ഗ്രാഫിൽ ഏതെങ്കിലും ഒരു എഡ്ജ് നമ്മൾ ഇനി വരയ്ക്കുകയാണെങ്കിൽ, അത് അഡ്ജസൻ്റ് അല്ലാത്ത രണ്ട് വെർട്ടെക്സ് തമ്മിലൊരു എഡ്ജും കൂടെ വരച്ചു കൊടുക്കുകയാണെങ്കിൽ അത് എന്തായി മാറും, ഹാമിൽട്ടോണിയനായിട്ട് മാറും. അപ്പോൾ നമ്മൾ തൊട്ടപ്പുറത്ത് കാണിച്ചിരിക്കുന്നത് AB എന്ന് പറയുന്ന ആ വെർട്ടെക്സ് ആണ് നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. പകരം നമ്മൾ ഇങ്ങനത്തെ ഒരു എഡ്ജാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ഈ ഗ്രാഫ് എന്ത് തന്നെയാണ്, ഒരു ഹാമിൽട്ടോണിയൻ ഗ്രാഫാണ്. അവിടെ ഹാമിൽട്ടോണിയൻ പാത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, CADBC. കിട്ടില്ല, നമുക്കൊരു ഹാമിൽട്ടോണിയൻ സൈക്കിൾ അവിടെ കിട്ടുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ നമ്മൾ G1 എന്ന് പറയുന്ന ഈ ഗ്രാഫിൽ അഡ്ജസൻ്റ് അല്ലാത്ത ഏത് രണ്ട് വെർട്ടെക്സ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന രീതിയിലൊരു എഡ്ജ് ഒരെണ്ണം വരച്ചാൽ മതി. ആ സാധനം എന്തായി മാറും, ആ ഗ്രാഫ് എന്തായി മാറും, ഒരു ഹാമിൽറ്റോണിയൻ ഗ്രാഫായിട്ട് മാറും. സോ ഈ G1 എന്ന് പറയുന്ന ഈ സീരീസിൽ ഈ 4 ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് എന്താണ് G1 എന്ന് പറയുന്നതാണ് മാക്സിമൽ നോൺ ഹാമിൽറ്റോണിയൻ ഹാമിൽറ്റോണിയൻ ഗ്രാഫിനുള്ള എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ ആ ഡെഫിനിഷൻ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവർ താഴെയും ഇതുപോലെ ഒരു മാക്സിമൽ നോൺ ഹാമിൽറ്റോണിയൻ ഗ്രാഫിനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഫിഗർ 3.24. ഓക്കെ, ഇനി അടുത്തൊരു തിയറമാണ്, തിയറം 3.6. If G is a simple graph with n vertices where n greater than or equal to 3 and the degree of V greater than or equal to n by 2 for every vertex V of G, then G is Hamiltonian. എന്താ പറയുക, നമുക്കൊരു സിമ്പിൾ ഗ്രാഫ് തന്നിട്ടുണ്ട്. ആ ഗ്രാഫിൽ എന്തുണ്ട്, n വേർട്ടിസസ് ഉണ്ട്. n എന്ന് പറയുന്നത് എന്താണ്, അറ്റ്ലീസ്റ്റ് 3 വേർട്ടിസസ്. ഓക്കെ, അറ്റ്ലീസ്റ്റ് 3 വേർട്ടിസസ് ഉള്ള ഒരു ഗ്രാഫ്, സിമ്പിൾ ഗ്രാഫ് G നമുക്ക് തന്നിട്ടുണ്ട്. ഒരു കണ്ടീഷൻ കൂടെ പറയുന്നുണ്ട്, ആ ഗ്രാഫിലെ എല്ലാ വെർട്ടെക്സുകളുടെയും ഡിഗ്രി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n/2 ആണെങ്കിൽ ആ ഗ്രാഫ് എന്തായിരിക്കും, ഒരു ഹാമിൽറ്റോണിയൻ ഗ്രാഫായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്ന ഒരു തിയറം. തിയറത്തിൻ്റെ പ്രൂഫ് നമുക്ക് സിലബസിൽ പഠിക്കാനില്ല. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക, ഈ റിസൾട്ട് ഓർത്ത് വയ്ക്കുക. ഈ റിസൾട്ട് വെച്ചിട്ട് നമുക്ക് ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചു തരാം, അപ്പോൾ അവിടെ ഈ ഒരു റിസൾട്ട് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്, ഒരു അറ്റ്ലീസ്റ്റ് 3 വെർട്ടെക്സ് ഉള്ള ഒരു സിമ്പിൾ ഗ്രാഫ് എടുക്കുകയാണ്. ആ ഗ്രാഫിലെ എല്ലാ വെർട്ടെക്സുകളുടെ ഡിഗ്രി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n/2 ആണ്. n എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ആ ഗ്രാഫിൽ എത്ര വെർട്ടെക്സ് ഉണ്ട് അതിൻ്റെ എണ്ണം. ഓക്കെ, ഡി ഓഫ് വി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n/2 ആണെങ്കിൽ ആ ഗ്രാഫ് എന്തായിരിക്കും, ഒരു ഹാമിൽറ്റോണിയൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ കുറച്ചധികം ഡെഫിനേഷൻസ് ആണ് നമ്മളിന്ന് പറഞ്ഞത്. ആ ഡെഫിനേഷൻസും ഈ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് നോക്കി വയ്ക്കുക, നന്നായി ഒന്ന് വായിച്ച് നോക്കുക. ഒരുപാട് എക്സാമ്പിൾസ് കണ്ടുപിടിക്കാനായിട്ട് നോക്കാം, ഓരോ ഡെഫിനേഷൻ കറസ്പോണ്ടിങ് ആയിട്ട് എക്സാമ്പിൾസ് കണ്ടുപിടിക്കാനായിട്ട് നോക്കാം. എന്നിട്ട് വായിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.